അങ്ങനെ രണ്ടാമത്തെ കപ്പ്. ഇന്നാണെങ്കിൽ മെസ്സത്തെ ഫുഡ് കൊള്ളാത്തതുകൊണ്ട് നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി നേരെ അടുത്തുള്ള ഒരു റെസ്റ്റോറൻറ്റിലാണ് വന്നത്. ഇവിടെ വന്നതിന് ശേഷം ഞമ്മ ഓർഡർ കഴിക്കുകയാണെങ്കിൽ നല്ല ചിക്കൻ ദമ്മിട്ടുള്ള ഫ്രൈ ഉള്ള ബിരിയാണിയാണ്. അത് വന്നതിന് ശേഷം ഞമ്മ നേരെ ഫുഡ് ഒന്ന് കഴിക്കാനാണ് കുറച്ച് കച്ചമ്പറും ചിക്കൻ ഫ്രൈയിലും കൂട്ടിയിട്ട് ഒരു ഫുഡ് കഴിച്ചാണ്. സാധനം ടേബിളൊക്കെ ഓർമ്മ ഉണ്ടായിട്ട് ഫുഡും കാര്യമെല്ലാം പാസ്സാക്കിയതിന് ശേഷം നേരെ കൈയും കയറ്റുമ്പോൾ നേരെ ഷോപ്പിലൊക്കെ തന്നെ വിടാന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു വൈകുന്നേരം സമയം നമുക്ക് ഷോപ്പിൽ കുറച്ച് സാധനം വേണം കണ്ട് നേരെ ലുലിൽ കാണാൻ ഇവിടാണെങ്കിൽ ബില്ലും കാര്യമെല്ലാം പാസ്സാക്കിയതിന് ശേഷം ഞമ്മാണെങ്കിൽ റൂമിലെത്തുമ്പോൾ കുറച്ച് ലേറ്റ് ആയി. പുറത്താണെങ്കിൽ രാത്രി സമയം നല്ല ചൂട് വെക്കും. ഷോപ്പിൽ നിന്ന് റൂമിലേക്ക് എത്തുമ്പോൾ ആകെ സൈഡായിരുന്നു. റൂമിലെത്തിയതിന് ശേഷം ഞമ്മ നേരെ റൂമിൽ പോയിട്ട് ഒന്ന് നിസ്കരിക്കണമെന്നുണ്ട്. നിസ്കാരം കൂടി പാസ്സാക്കിയിട്ട് വേണം ഒന്ന് കളിയും കാര്യം ഒന്ന് നോക്കാൻ. നിസ്കാരമെല്ലാം പാസ്സാക്കിയതിന് ശേഷം ഞമ്മ നേരെ മുസ്ലിം നേടിച്ചിട്ട് നേരെ ഡ്രസ്സും കാര്യം ഒന്ന് മാറ്റും. അതിനുള്ളിൽ ഞങ്ങൾ നാട്ടിലത്തെ കാര്യമെല്ലാം ചിന്തിച്ചുകൊണ്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടിരിക്കുന്നതാണ് മെയിൻ പരിപാടി. ഇന്നാണെങ്കിൽ IPL ആണെങ്കിൽ നമ്മളെ ഫൈനൽ കളിയാണ്. ആ കളി നോക്കിയിട്ട് വേണം ഒന്ന് കടന്നുറങ്ങാൻ. നമുക്കാണെങ്കിൽ അതിനായിട്ടും പോയി കുറച്ച് ഡ്രസ്സും കാര്യം ഒന്ന് റെഡിയാക്കാണ്ട് അതെല്ലാം റെഡിയാക്കിയതിന് ശേഷം ലൈറ്റും കാര്യമെല്ലാം ഓഫാക്കി ഞമ്മ നേരെ കളി വെക്കാൻ വേണ്ടി നേരെ അപ്പുറത്തെ റൂമിലേക്കാണ് പോകുന്നത്. ഡ്രസ്സ് മാറിയതിന് ശേഷം നമ്മളെ കളിയാണെങ്കിൽ ഈ സൈഡ് തുടങ്ങുന്നുണ്ട്. ഞമ്മ നേരെ കളി വെക്കാൻ വന്നത് കോഹ്ലിയാണെങ്കിൽ 15 അടിച്ചുകൊണ്ട് നല്ല സന്തോഷത്തിലാണ്. ഇതാണെങ്കിൽ രണ്ടാമത്തെ കപ്പാണ് ഞമ്മ അടിക്കുന്നത്. കുറേ കാത്തിരിപ്പിന് ശേഷം 2 കപ്പ് അടുപ്പിച്ച് അടിച്ചും ചെയ്ത് അതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ ഒന്ന് കടന്ന് ഉറങ്ങാന്ന് വെച്ച് ബാക്കി നാളെ ബൈ.